എവിടെയും നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. കാരണം നമ്മുടെ ഈ ഭൂമിയിലേക്ക് പറന്നു വീണത് ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ തിരിച്ചു പോകുന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രതീക്ഷകളെയും എല്ലാം തന്നെ പ്രതികൂലമായ കാലാവസ്ഥകളെയും ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ പല സിറ്റുവേഷനിലും നമ്മൾ ഒറ്റപ്പെട്ട് പോകാറുണ്ട്. അത് വല്ലാത്തൊരു ദുഃഖമായി കാണുന്നത് എന്തിനാണ് നമ്മളൊക്കെ? അതിന് പകരം അതൊക്കെ ഒരു അവസരമായിട്ട് കാണാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചൂടെ? ഇനി ഞാൻ ഒറ്റയ്ക്കാണ്, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നമ്മൾ തളർന്ന് പിന്മാറാൻ ഞാൻ തയ്യാറുമല്ല, ഇത് എൻ്റെ വഴിയാണ്, അല്ലെങ്കിൽ എൻ്റെ വഴിയിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, തീരുമാനങ്ങളൊക്കെ എൻ്റേത് മാത്രമാണ്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും നാം ലക്ഷ്യത്തിലെത്തിച്ചേരുമെന്നുണ്ടെങ്കിലും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവരാർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ്. അതിനാൽ നമ്മൾ ഒറ്റപ്പെടലിനെയും ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ. ഇന്ന് ലോകം കണ്ട പല ആശയങ്ങളുടെയും പിന്നിൽ ചില വ്യക്തികളുടെ ഒറ്റപ്പെടലിൻ്റെ ചിന്തകളാണുള്ളത് പല നിമിഷങ്ങളുമുള്ള. നിങ്ങൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഏകാന്തതയുടെ യഥാർത്ഥ പവർ എന്ന് പറയുന്നതും അതുതന്നെയാണ്. അത് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയെ കീഴടക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒറ്റപ്പെടലിനെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. എവിടെയാണ് നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുന്നത് അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമസ്കാരം.